ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന +1 കെമിസ്ട്രിയിലെ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും പേപ്പേഴ്സും നേരായിട്ട് അങ്ങനെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഇപ്പാട് ഇഷ്ടമല്ല, അത്യാവശ്യം വലുതാണ്, കുറേ പഠിക്കാനുണ്ടെന്ന് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് +1 കെമിസ്ട്രിയിൽ ഏറ്റവും ഈസി ആയിട്ടും അതായത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററായിട്ട് വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇതെല്ലാവരും വിടാതെ തന്നെ നന്നായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും ഇതുപോലുള്ള ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് ചെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. അങ്ങനെയുള്ള സിസ്റ്റം അതൊക്കെ ഒന്ന് പഠിക്കാം. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാം. ഹെസസ് ലോ, അത് പിന്നെ ഒരു ഡയഗ്രാം കൂടി പഠിക്കണം. പിന്നെ ലാറ്റിസ് എൻതാൽപ്പി, പിന്നെ ഉള്ളത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, അത് കൃത്യമായിട്ട് ഡെഫിനേഷൻ ഒന്ന് പഠിക്കാം. എക്സാമ്പിൾസ് വേണം കേട്ടോ ഇതിനൊക്കെ. പിന്നെ ഗിബ്സ് എനർജി എന്താണെന്ന് പഠിക്കാം. പിന്നെ സ്പോണ്ടേനിറ്റി, എൻട്രോപ്പി അത് പഠിക്കാം. പിന്നെ വർക്ക് ഡണ്ണിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. ലൈക്ക് പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്, സിസ്റ്റത്തിലേക്ക് വരുന്നതാണെങ്കിൽ പോസിറ്റീവ്, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നെഗറ്റീവും പോസിറ്റീവും വരുന്ന പഠിക്കും. പിന്നെ ഉള്ളത് ഫ്രീ എക്സ്പാൻഷൻ. പിന്നെ CP/CVൻ്റെ റിലേഷൻ അധികം അങ്ങനെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കാണാനില്ല. എന്നാലും തീർച്ചയായിട്ടും അത് പഠിച്ചാൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് ഒരു ഡെറിവേഷൻ എഴുതിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പഠിക്കാം. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിന് മെയിനായിട്ട് പഠിക്കാനുള്ളത്. താങ്ക് യു.